മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അതിവേഗ റെയിൽപാത പദ്ധതിയിൽ റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയതായി ശ്രീധരൻ അറിയിച്ചു. കേരളത്തിലാകെ 22 സ്റ്റേഷനുകൾ ഉണ്ടാകും. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും വേഗത. 70% എലവേറ്റഡ് പാതയും 20% തുരങ്കപാതയുമായിരിക്കും. 1 ലക്ഷം കോടി രൂപയാണ് ആകെ ചെലവായി കണക്കാക്കുന്നത്. റെയിൽപാത വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകും. ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലമെടുപ്പ്. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി തിരികെ നൽകും. ഭൂമിയിൽ വീട് കെട്ടാൻ പാടില്ല. അതേസമയം കൃഷിക്ക് ഉപയോഗിക്കാം. സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നും 15 ദിവസത്തിനകം റെയിൽവേ പ്രഖ്യാപനം നടത്തുമെന്നും ശ്രീധരൻ വ്യക്തമാക്കി. അതിവേഗ റെയിൽപാത പദ്ധതിയിൽ റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയതായാണ് ശ്രീധരൻ അറിയിക്കുന്നത്. കേരളത്തിലാകെ 22 സ്റ്റേഷനുകൾ ഉണ്ടാകുമെന്നും മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും വേഗത എന്നും അദ്ദേഹം പറഞ്ഞു. 70% എലവേറ്റഡ് പാതയും 20% തുരങ്കപാതയുമായിരിക്കും. 1 ലക്ഷം കോടി രൂപയാണ് ആകെ ചെലവായി കണക്കാക്കുന്നത്. വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകും. ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലമെടുപ്പ് ഉണ്ടാവുക. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി തിരികെ നൽകും. ഭൂമിയിൽ വീട് കെട്ടാൻ പാടില്ല എന്നും എന്നാൽ കൃഷിക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല. 15 ദിവസത്തിനകം റെയിൽവേ പ്രഖ്യാപനം നടത്തുമെന്നും ശ്രീധരൻ വ്യക്തമാക്കി.